ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല കേട്ടോ, അതൊക്കെ നമ്മുടെ മെയിൻ ചാനലിലാണല്ലോ ഇടുന്നത്. ഇത് ഇനി വരാനിരിക്കുന്ന, അതായത് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കടക്കുകയാണെ. അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ സച്ചിനെ ട്രാഫിക് പോലീസ് പിടിക്കുന്നുണ്ട്. ഈ ട്രാഫിക് പോലീസിന് സച്ചിയോട് കുറച്ച് വിരോധമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് വിരോധം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വൈരാഗ്യവും, അതുപോലെ തന്നെ നമ്മുടെ സച്ചി ഒരു പ്രാവശ്യം അയാൾക്കിട്ട ഒരു അടി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ട്രാഫിക് പോലീസിന് ഭയങ്കര ഒരു ദേഷ്യം നമ്മുടെ സച്ചിയോടുണ്ട്. അപ്പൊ സച്ചിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തില് ഈ ഒരു ട്രാഫിക് പോലീസിന് അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ വണ്ടി കൊണ്ടുപോകേണ്ടി വരികയാണ്. അത് വേറൊന്നും കൊണ്ടുമല്ല, ഇപ്പം സച്ചിയുടെ വണ്ടി കയറിയ പാസഞ്ചറിന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ പുള്ളിക്കാരൻ ചെന്നിട്ട് വേണം കർമ്മങ്ങളൊക്കെ നടത്താനായിട്ട്. അപ്പം കറക്റ്റ് സമയത്ത് പുള്ളിക്കാരൻ എത്തിയില്ലെങ്കിൽ പുള്ളിക്കാരന് കർമ്മങ്ങളൊന്നും നടത്താനായിട്ട് സാധിക്കില്ല. ഒരച്ഛന്റെ കർമ്മങ്ങൾ നടത്താന്ന് പറഞ്ഞാൽ ഒരു മകന്റെ അവകാശം തന്നെയാണല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ സച്ചിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അപ്പൊ ട്രെയിൻ പോകുവേ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാഫിക് നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇയാളെയും കൊണ്ട് കുറച്ച് സ്പീഡിൽ പോയിട്ടോ. അപ്പം അതാണ് സത്യം പറഞ്ഞാൽ പ്രശ്നം. നിയമവിരുദ്ധമായ കാര്യം തന്നെയാണ് നമ്മുടെ സച്ചി ചെയ്തിരിക്കുന്നത്. പക്ഷെ മറ്റേ ആളുടെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും ഒരു നിയമവിരുദ്ധമാണല്ലോ. അപ്പം അയാള് എന്ത് ചെയ്തു, നമ്മുടെ സച്ചിയുടെ വണ്ടി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിടിച്ചോണ്ട് പോയി. രേവതി ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി സച്ചിനെ തന്നെ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ട് സച്ചേട്ടൻ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചു, അതുകൊണ്ടല്ലേ വണ്ടി പിടിച്ചെടുത്തത്. ഇനി ആ ട്രാഫിക് പോലീസുകാരനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന്. അപ്പൊ എന്ത് ചെയ്തു നമ്മുടെ സച്ചി, നീ എന്റെ കൂടെ നിൽക്കുവോ, അത് നീ ആ ട്രാഫിക് പോലീസുകാരന്റെ കൂടെ നിൽക്കുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ഒരു മേളവും ബഹളവും ഒക്കെ ആയി. രാവിലെ എങ്ങാണ്ടാട്ട് നടക്കുന്നത്. നമ്മുടെ സച്ചി രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയായി. അടി എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ സച്ചി രേവതിയും തമ്മിൽ കുറച്ച് മുഷിഞ്ഞു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചി കാല് പിടിക്കാൻ ചെല്ലുകയാണ്. പോലീസ് സ്റ്റേഷനിൽ കാല് പിടിച്ച് തന്നെ വണ്ടി ഇറക്കണമല്ലോ. അപ്പൊ ചെല്ലുകയാണ്. മാത്രമല്ല എന്തോ ബാംഗ്ലൂരിലേക്കോ എങ്ങാണ്ടൊരു ഓട്ടോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പൈസ കൈ കിട്ടുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലേക്ക് ഓട്ടം പോകണമെങ്കിൽ വണ്ടി വേണം. വണ്ടി ഇല്ലാതെ പോകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് സച്ചി അത്യാവശ്യമായിട്ട് ചെന്ന് വണ്ടി ഇറക്കാൻ നോക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ, സാറേ ഞാൻ നിയമം തെറ്റിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ പെറ്റി അടിച്ചിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അമ്പിലും വെല്ലിലും അടുക്കുന്നില്ല. ട്രാഫിക് പോലീസ് പറഞ്ഞു, താൻ നിയമം തെറ്റിക്കുന്നത് മാത്രമല്ല തനിക്ക് കുറച്ച് അഹങ്കാരം കൂടെ കൂടുതലാണ്, അതുകൊണ്ട് വേണ്ട, എന്റെ അടുത്ത് തന്റെ അടവുകളൊന്നും നടക്കില്ല, പറ്റില്ല, വണ്ടി തരില്ല എന്ന്. ലാസ്റ്റ് നമ്മുടെ രേവതിക്ക് അറിയാലോ സച്ചിയുടെ ഒരു അവസ്ഥ, ഓട്ടം പോകണ്ടെന്നൊക്കെ. അപ്പം രേവതിക്ക് അവിടുത്തെ ഒരു DYSP അങ്ങനെ എങ്ങാണ്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ വീട്ടിൽ ഡെയിലി മാല കൊടുക്കുന്നത് നമ്മുടെ രേവതിയാണേ. രേവതിക്ക് ഇങ്ങനെ കുറച്ച് പിടിപാടൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഇച്ചിരി പിടിപാടുണ്ടല്ലോ. കാരണം സാധാരണ പൂ വേണമെങ്കിൽ പൂക്കടയിൽ തന്നെ വരണം, അല്ലാതെ വേറെ കടയിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പൂ മേടിക്കാനൊക്കെ ആവശ്യത്തിനായിട്ട് എല്ലാവരും, അവിടെയുള്ള എല്ലാവരും തന്നെ നമ്മുടെ രേവതിനെയാണ് സമീപിക്കുന്നത്. അപ്പൊ ഈ ട്രാഫിക് പോലീസ് അല്ല, അവിടുത്തെ DYSPയുടെ അടുത്തും നമ്മുടെ രേവതി പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി സാറേ എങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് പിടിച്ച് വെച്ചേക്കുന്ന വണ്ടി ഒന്ന് വിട്ടു തരണമെന്ന്. അപ്പോഴേക്കാണെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞു, അതിന് വണ്ടി പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നും ഇല്ല രേവതി, ഇപ്പൊ ഒരു ട്രാഫിക് നിയമം തെറ്റിച്ചെങ്കിൽ പെറ്റി അടച്ചിട്ട് വണ്ടി കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ, പെറ്റി അടച്ചു കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്കറിയില്ല, എന്താണോ ഇനി മുൻ വൈരാഗ്യം കൊണ്ടാണോ എന്ന് അറിയില്ല സാറേ, എൻ്റെ ഭർത്താവിന്റെ വണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ഏക ഒരു വരുമാന മാർഗം അതൊക്കെയാണ്, പിന്നെ ഞാൻ ഈ പൂക്കച്ചവടം ചെയ്യുന്നത് തുച്ഛമായ പൈസയ്ക്ക് ഒക്കെ ആണല്ലോ, അറിയാലോ സാറിന്. മാത്രമല്ല സച്ചേട്ടന് ഒരു ഓട്ടവും ഉണ്ട് ബാംഗ്ലൂരിലേക്ക്, നല്ല പൈസ കിട്ടുന്നൊരു പരിപാടിയാണ് ഈ ബാംഗ്ലൂരിലേക്ക് ഓട്ടം പോകുക എന്നുള്ളത്. അതുകൊണ്ട് പ്ലീസ് സാറേ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഏതായാലും DYSP എന്ത് ചെയ്തു, നേരെ വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക്. വിളിച്ചിട്ട് SIയോട് പറഞ്ഞു, ട്രാഫിക് പോലീസിനോടല്ല SIയോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, അപ്പം ആ വണ്ടി പെറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വിട്ടയക്കാൻ പറഞ്ഞു. ഏതായാലും സച്ചി അവിടെ നിൽക്കുമല്ലോ. അപ്പോഴത്തേക്കും SI വന്നിട്ട്, അല്ല സച്ചി എന്ന് പറയുന്ന ആള് പുറത്ത് വല്ലോ നിപ്പോണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഉണ്ട് സാറേ എന്ന് പറഞ്ഞ് കയറി വന്നു.
അപ്പം താൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, തന്റെ വണ്ടി ഇവിടെ പിടിച്ചോണ്ടിട്ടേക്കുവാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ, ട്രാഫിക് പോലീസ് എന്റെ വണ്ടി പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ട്രാഫിക് പോലീസിനെ വിളിച്ചോട്ട് എന്താണോ താൻ ഈ കാണിക്കുന്നത്, തനിക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് താൻ പുറത്തു വെച്ച് തീർക്കണം. ഇതിപ്പോ ഈ പോലീസ് യൂണിഫോം ഇട്ടിട്ടല്ല തീർക്കേണ്ടത്. മാത്രമല്ല പെറ്റി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വണ്ടി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ ട്രാഫിക് പോലീസിനെ വഴക്ക് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതിയുടെ ആ ഒരു ഇടപെടൽ കാരണം നമ്മുടെ സച്ചിക്ക് ആ വണ്ടി തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെ സച്ചി അറിഞ്ഞു കേട്ടോ. ആ DYSP എന്നെ പറഞ്ഞായിരുന്നു, അയാളുടെ ഭാര്യനെ എനിക്കറിയാം, പുള്ളിക്കാരി വന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നപ്പോഴത്തേക്കും തന്നെ സച്ചിക്ക് മനസ്സിലായി തന്റെ ഭാര്യ ചെന്ന് പറഞ്ഞതാണെന്ന്. ഏതായാലും രാവിലെ ഒരു പട വഴക്കും കൂടിയിട്ടാണ് നമ്മുടെ രേവതിയുടെ അടുത്തുനിന്ന് സച്ചി ഇറങ്ങി പോകുന്നത്. കണ്ടില്ല, ലാസ്റ്റ് സച്ചി കയറി പോവാ, വണ്ടിയൊക്കെ ആയിട്ട് കയറി വീട്ടിലേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് രേവതി അവിടെ നിൽക്കുന്നു. രേവതിയുടെ മുഖത്ത് ഭയങ്കര കടുപ്പം. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, എന്ത് പറ്റി മുഖം വീർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഓ പിന്നെ മുഖം വീർപ്പിക്കാതെ, താങ്ക്സ് ഉണ്ട് കേട്ടോ, വണ്ടി എനിക്ക് തിരിച്ചു മേടിച്ചു തന്നതിൽ താങ്ക്സ് ഉണ്ട്. ഈ രേവതി വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന ഇപ്പൊ അറിയാൻ പറ്റിയില്ലേ? ആ നിനക്കങ്ങ് മേളിലോണ്ട് പിടിയുന്ന എനിക്ക് അറിയില്ലായിരുന്നു രേവതി. ഏതായാലും ആ ട്രാഫിക് പോലീസുകാരൻ എന്നെ ഒന്ന് വട്ടം ചുറ്റിച്ചു. അല്ല സച്ചേട്ടന്റെ ഭാഗത്ത് ന്യായമൊന്നുമില്ല. സച്ചേട്ടൻ അവരോട് ഇയാളെ രക്ഷിക്കാനാണ്, അയാളുടെ അച്ഛനെ കാണാനാണ് വണ്ടി ട്രാഫിക് നിയമങ്ങളൊക്കെ തെറ്റിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അത് കേട്ടോണ്ട് നിൽക്കത്തൊന്നുമില്ല. നോക്കുമ്പോ എന്താ, ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചു, അത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് സച്ചേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പറഞ്ഞു. അതേ രേവതി, ഞാൻ ചെയ്തത് തെറ്റാ എനിക്കറിയാം. പക്ഷെ അയാളുടെ അപ്പുറത്തെ മാനസികാവസ്ഥ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പം അവസാനമായിട്ടും അച്ഛന് ഒരു നോക്ക് കാണുക, കർമ്മങ്ങളൊക്കെ ചെയ്യുക, അതിന് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് മനസ്സിലായി നിർത്ത, ഇനി കൂടുതൽ പറയുമൊന്നും വേണ്ട എന്നൊക്കെ പറയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ വേറൊരു ചടങ്ങും കൂടെ നടക്കുക. നമ്മുടെ വർഷയുടെയും അതുപോലെ തന്നെ ശ്രീകാന്തിന്റെയും വെഡിങ് ആനിവേഴ്സറി വളരെ കേമമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച് ഒരു കാർഡൊക്കെ അടിച്ചെടുത്ത് എല്ലാവർക്കും കൊടുത്ത്, കാർഡൊക്കെ ഈ വെഡിങ് കാർഡ് അടിക്കുന്ന പോലെ അടിച്ച് എല്ലാവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം വീട്ടില് വെഡിങ് കാർഡൊക്കെ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നു ചന്ദ്രയ്ക്കൊക്കെ കൊടുക്കുകയാണ്, രവീന്ദ്രനൊക്കെ കൊടുക്കുകയാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ ഇതാണ് സംഭവം എന്നിങ്ങനെ പറയാം. ഇത് കേട്ട ഉടനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഏതായാലും ഇവരുടെ വിവാഹമൊന്നും കൂടാൻ പറ്റിയിട്ടില്ല. പിന്നെ താലിമാറ്റൽ ചടങ്ങിനും അന്ന് വലിയൊരു പ്രശ്നമൊക്കെ ആയി, അതും ആ വഴി പോയി. എന്നാ പിന്നെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എങ്കിലും നല്ല രീതിയിൽ കൊണ്ടാടാലോ, ആഘോഷിക്കാലോ. അപ്പൊ അതിന്റെ കൂടെ ആ ഒരു കാർഡില് കുറെ പരിപാടി പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ചന്ദ്രയുടെ ഡാൻസും ഉണ്ട് കേട്ടോ. കലാമണ്ഡലം ചന്ദ്രയുടെ ഡാൻസും ഉണ്ട്. കലാമണ്ഡലം അല്ലല്ലോ, കലാതിലകം അങ്ങനെ കണ്ട എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചന്ദ്ര ഡാൻസുകാരിയാണല്ലോ, അപ്പൊ പുള്ളിക്കാരിയുടെ ഡാൻസും ഉണ്ട്. അപ്പൊ ചന്ദ്രയ്ക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. വാവോ, എന്റെ ഡാൻസോ? എങ്കിലും മോളെ വർഷേ, നിനക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നിയില്ലോ? എന്റെ ഡാൻസ് എനിക്കിപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഇത് മറന്നു പോയെങ്കിലും മോള് എന്റെ പേരെഴുതിയില്ലോ. ഏതായാലും ഞാന് മറച്ചു വെച്ചിരുന്ന അതിന്റെ കഴിവ് ഞാൻ മാക്സിമം പുറത്തെടുക്കും. നോക്കിക്കോ, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഞാൻ നല്ല രീതിയിൽ തന്നെ ഭരതനാട്യം തന്നെ കളിക്കും. ഭരതനാട്യം കണ്ടാണ് പുള്ളിക്കാരി പഠിച്ചത്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇനിയിപ്പൊ എന്തൊക്കെ കണ്ടാലാ, അയ്യോ ഇതൊക്കെ കാണാൻ ഇനി എൻ്റെ അച്ഛ നമ്മൾ വേണ്ടി വരില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെ നീ എൻ്റെ ഭാര്യനെ കൊച്ചാക്കൊന്നും വേണ്ടടാ സച്ചി, ഇവള് നല്ല കലാതിലകമായിരുന്നു, അവള് നന്നായിട്ട് ഭരതനാട്യമൊക്കെ അവള് നന്നായിട്ട് കളിക്കുന്ന കലാതിലകം തന്നെ ആയിരുന്നു എന്ന് പറയാം. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും ഭാര്യനെ പൊക്കി പറയുന്നതിൽ യാതൊരു കുറവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ ചന്ദ്ര പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് തോന്നിയില്ലല്ലോ ഇങ്ങനെയൊന്നും, കണ്ടില്ലേ ശ്രുതിമോള് കണ്ടില്ലേ അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് വന്നാൽ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല ശ്രുതിമോളല്ല, വർഷമോള് കണ്ടില്ലേ ചെയ്തത്, അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് വന്നാൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴാണ് വർഷ പറയുന്നത്, അയ്യോ ഈ പ്ലാൻ എന്റെ അല്ല അമ്മേ, ഈ പ്ലാൻ എല്ലാമേ ഈ നിൽക്കുന്ന രേവതി ചേച്ചിയാണ് ഇൻവിറ്റേഷൻ കാർഡ് അടിക്കാൻ പറഞ്ഞതും ഈ കാർഡില് എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതും എല്ലാം അതെ രേവതി ചേച്ചിയാ. പോരാഞ്ഞിട്ട് അമ്മയുടെ ഡാൻസും വേണമെന്ന് രേവതി ചേച്ചി പറയുകയുണ്ടായി. അപ്പോഴത്തേക്ക് രേവതി അല്ല ചന്ദ്ര ഒന്ന് ചമ്മി കേട്ടോ. അപ്പം പറഞ്ഞു, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്, ഇതേ എന്റെ ഭാര്യയുടെ ഐഡിയ, അതെ അച്ഛ ഇനി എന്റെ ഭാര്യനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞേ എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ കൊണ്ടുവന്ന മരുമകളല്ലേ, പിന്നെ എങ്ങനെയാ ഇവള് നല്ല മരുമകളാകാതിരിക്കുക, ഇവള് സൂപ്പർ, അതുകൊണ്ടല്ലേ ഇവള് ഞാൻ നിനക്ക് കൊണ്ടു തന്നത് സച്ചി എന്നിങ്ങനെ ചോദിക്കാം. അപ്പം ഇതിനിടയിൽ നമ്മുടെ രേവതി പറഞ്ഞു, ഏതായാലും എൻ്റെ വക നിങ്ങളുടെ ഫംഗ്ഷന് പൂവൊക്കെ ഞാൻ എൻ്റെ വക ഫ്രീ ആയിട്ട് തരും, പിന്നെ വണ്ടിയുടെ ഓട്ടോ ഒക്കെ സച്ചിയേട്ടന് ഫ്രീ ആയിട്ട് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും
രവീന്ദ്രനും പറഞ്ഞു, നിങ്ങളിങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്നത് കാണാനാ മക്കളെ ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നും ഇങ്ങനെ ഒത്തൊരുമയോട് കൂടി സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കണമെന്ന്. അപ്പോഴത്തേക്കാണ് സച്ചി പറഞ്ഞ, അല്ല ഞാനും രേവതി ഓരോന്ന് ഓഫർ ചെയ്തു. അല്ല ഇവിടെ വേറെ രണ്ടുപേരുണ്ടല്ലോ, എന്റെ പൗഡർ എടുത്തി ബിസിനസ്മാനായ എന്റെ ശ്രുതിയേട്ടനും. അല്ല ഇവരെന്താ ഓഫർ ചെയ്യുന്നത്? അപ്പോഴത്തേക്കും ശ്രുതി ഒന്ന് ചമ്മിട്ടു. ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാൻ മേക്കപ്പിന്റെ കാര്യം ഞാൻ സെറ്റാക്കിയോളാം. അല്ല മേക്കപ്പിന്റെ കാര്യം ഓക്കെ, ശ്രുതി എടുത്തി പൗഡർ എടുത്ത് തയ്യാറാക്കും. അതല്ലാതെ ഇനിയും ഉണ്ടല്ലോ. അല്ല എന്റെ സുധിയേട്ടൻ എന്താ ഓഫർ ചെയ്യുന്നത്? ഇനി വരുന്നവർക്കെല്ലാം ഒരു TV, ഒരു ഫ്രിഡ്ജ്, അങ്ങനെ വല്ലതും. അപ്പോഴത്തേക്കാണെങ്കിൽ ശ്രുതി പറഞ്ഞു, അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. വരുന്നവർക്കൊക്കെ TV, ഫ്രിഡ്ജ് ഒക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അത് ശരി, അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. TV, ഫ്രിഡ്ജൊക്കെ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റുമോ? എടാ പൊട്ടാ, ഞാനൊരു തമാശ പറഞ്ഞതാ, ഒന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു കേട്ടോ സച്ചി. ഏതായാലും അങ്ങനെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ഇവര് ഈ ഒരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ചടങ്ങിനിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആ പ്രശ്നങ്ങൾ വേറൊന്നും അല്ല കേട്ടോ. നമ്മുടെ ശ്രീകാന്ത് ഒരു ദിവസം റെസ്റ്റോറന്റില്, ശ്രീകാന്തിനൊരു അവിടെ ഒരു മേഡം ഉണ്ട് കേട്ടോ. പുള്ളിക്കാരി ആയിട്ട് ശ്രീകാന്ത് ഇച്ചിരി കൂട്ടൊക്കെയാണ്. നമ്മുടെ വർഷയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ല കേട്ടോ പുള്ളിക്കാരിനെ. അപ്പൊ ഒരു ദിവസം നമ്മുടെ വർഷ ഇങ്ങനെ ഈ വെഡിങ് ആനിവേഴ്സറി അടുത്തിരിക്കുന്ന ആ ഒരു സമയത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പുള്ളിക്കാരിനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. വേറെ എന്താ സംഭവം എന്നൊന്നും നമ്മുടെ വർഷ തിരക്കുന്നില്ല. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മള് എടുത്തു ചാടി അങ്ങ് നമ്മളങ്ങനെ ചെയ്യൂല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് വേറൊരു സ്ത്രീയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ഭാര്യയെ സഹിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അയ്യോ വർഷ ദേഷ്യം വന്നിട്ട് ഇങ്ങ് പോന്നു. ദേഷ്യം വന്ന് എല്ലാം മനസ്സിൽ വെച്ചോണ്ട് ഇങ്ങ് പോന്നു. ഏതായാലും വർഷ പിന്നെ വീട്ടിലേക്ക് ചെല്ലുന്നില്ല. ആ ദിവസം തന്നെയാണ് വെഡിങ് ആനിവേഴ്സറി റിസപ്ഷൻ നടക്കുന്നത്. വർഷയും ശ്രീകാന്തും തമ്മിൽ ഭയങ്കര മുടിഞ്ഞാടി. എത്ര പറഞ്ഞിട്ടും ശ്രീകാന്ത് പറയുന്നത് പോലും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല വർഷ. എന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ നിങ്ങൾ എടുത്തില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നിങ്ങളും അവളുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും ഈ ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ ഇടയ്ക്ക് ഫംഗ്ഷൻ എല്ലാം വിളിച്ചു കൂട്ടി ആൾക്കാരൊക്കെ വന്നു. നമ്മുടെ വർഷ മാത്രം വന്നില്ല. വർഷ വരാത്തത് എന്താണെന്ന് എല്ലാവരും ചോദിച്ച് പിറക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മഹിമയും ഉണ്ട്. മഹിമയുടെ ഭർത്താവ്, അതായത് വർഷയുടെ അച്ഛൻ മധുസൂദനും ഉണ്ട്. ഇവരും ചോദിക്കുകയാണ്, എന്റെ മകൾ എന്തിയെ, മകൾ എന്തിയെ. ആകെപ്പാട് മൊത്തം സീൻ കോൺട്രയാകാണ്. സച്ചി രേവതിയും ഇടപെട്ടിട്ട് ഇതിനും ഒരു പരിഹാരം ഉണ്ടാക്കും. നല്ല രീതിയിൽ തന്നെ ആ വെഡിങ് ആനിവേഴ്സറി നടക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഏതായാലും ഇതൊക്കെ വരാനിരിക്കുന്ന വിശേഷങ്ങളാണേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തൊരു വിശേഷവുമായിട്ട് നമ്മൾ ഉടനെ തന്നെ, ഇന്നല്ലെങ്കിൽ നാളെ, ഏതായാലും ഇന്നലെ നമ്മൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 എപ്പിസോഡോളം ആട്ടോ ഞാൻ ഈ ഇടുന്നത്. 3-4 എപ്പിസോഡാണ് ഈ വരുന്നതെല്ലാം. ഞാനിത് ഒരു 12 മിനിറ്റ് അല്ലെങ്കിൽ 13 മിനിറ്റ് അല്ലെങ്കിൽ 14 മിനിറ്റ് പറയുന്നതാണ്. ഒരു 3-4 എപ്പിസോഡായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ചിലപ്പോൾ ഇനിയിപ്പം ഞാൻ നാളെ വീഡിയോസ് ഇട്ടില്ല എങ്കിൽ മറ്റന്നാൾ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങൾക്ക് അപ്കമിങ് വിശേഷങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.